ചില സമയത്ത് പാമ്പ് കൊത്തിയിട്ട് കൊണ്ടുപോകും. പാമ്പ് കൊത്തിയത് ഭാഗം കെട്ടിയിട്ടാണ് കൊണ്ടുപോകുക. കെട്ടരുത്. കെട്ടിയാൽ ആ ഭാഗത്തേക്ക് രക്തം ഓടാതെ കാല് മുറിക്കേണ്ടി വരും, ഉറപ്പ്. അതേ സമയത്ത് അവിടെ തൊട്ട് മേലെ ഒരു ബാൻഡേജ് മേലോട്ട് ചുറ്റാം, അടിയിൽ നിന്ന് മേലോട്ട് ചുറ്റാം. പാമ്പിനൊക്കെ കൊണ്ടുവരും ചിലവര് എന്നിട്ട് പാത്രത്തിലാക്കിയിട്ട്. എന്നിട്ട് സിസ്റ്ററും ഡോക്ടറൊക്കെ ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുന്നുണ്ട്. ലിദ്ദാ സാറിന്റെ ചങ്ങായിനെ കടിച്ചതിനടുത്ത് ഉറക്കും. അതിൽ പാമ്പാട് ചാടും. പിന്നെ സിസ്റ്ററും കാണൂല, ഡോക്ടറും കാണൂല. ഓലൊക്കെ മറ്റേ ബെൻറ്റിന്റെ മുകളിൽ കെട്ടിപ്പിടിച്ചിരിക്കണാണ് പേടിച്ചിട്ടേ. അപ്പൊ പാമ്പിനാരും ICUക്കൊന്നും കൊണ്ടുവരരുത് ദയവേത്. പിന്നെ വേണ്ടത് എന്താ വെച്ചാൽ മൂർഖനാണെങ്കിൽ കണ്ണിന്റെ പോള അടഞ്ഞു പോകും, സംസാരം വ്യക്താവൂല, ശ്വാസമുട്ടലുണ്ടാവും. എന്നാ മൂർഖന്റെ വശാണെന്ന് നമുക്ക് വിശ്വസിക്കാം, അനുമാനിക്കാം. അടുത്തത് അണലിയാണ് കടിച്ചത് എങ്കിൽ മൂക്കുന്ന് ചോര വരും, കിഡ്നിയെ ബാധിക്കും. അപ്പം ഡയാലിസിസ് വേണ്ടി വരും. ഇവിടെ എടി നടക്കൂല. സൗകര്യമുള്ള നേരത്തെ പറഞ്ഞ ആശുപത്രിക്ക് ഇങ്ങനത്തെ ആൾക്കാരെ കൊണ്ടുപോകും. അതിന്റെ ഇടക്ക് മറ്റേ വിഷവൈദ്യം തന്നെ ഇറക്കരുത് കേട്ടോ, ഒരു നിലക്കും രക്ഷപ്പെടൂല. ആന്റിസിനേക്ക് വെനം എന്ന് പറയുന്ന മരുന്ന് വെക്കണം. അതിന് മെഡിക്കൽ കോളേജിലോ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലോ സ്നേക്ക് ബൈറ്റ് ICU ഉള്ളിടത്ത് പോകണം. ഇതാണ് അക്കാര്യത്തിൽ പറയാനുള്ള. ഇരുത്തിയാണ് കൊണ്ടുപോകേണ്ടത്, വെള്ളം കൊടുക്കരുത്. ഇരുത്തിയാണ്, കാല് മേപ്പെട്ട് കയറ്റരുത്. കാലിനെ കൊത്തിവെച്ചാൽ കാല് അടി കിടക്കട്ടെ, ഹൃദയം മേലെ. അങ്ങനെയാണ് പാമ്പടിച്ച കൊണ്ടുണ്ട്. ഇനിയൊറ്റ കാര്യം കൂടി, പൊള്ളിയാൽ സാധാരണ നമ്മൾ എന്താ ചെയ്യല്? പേസ്റ്റ് തേക്കും, തേൻ തേക്കും. എൻ്റെ വല്യമ്മാൻ്റെ അടുത്ത് എത്രയോ കാലമായിട്ട് ഒരു കുപ്പി തേനും കൊണ്ടിടക്കലാണ്. ഞാൻ പറഞ്ഞു, വല്യമ്മച്ചേ ഇത് തേക്കാൻ പറ്റൂല, അത് തേക്കരുതെന്നാണ്. കാരണം എന്തെങ്കിലും അണുബാധ വരും. തേൻ കുടിക്കുന്നത് നല്ലതാണല്ലോ, മുറിവൊക്കെ വേഗം ഉണങ്ങും, നല്ല ഔഷധമാണ് തേൻ. പെട്ടെന്ന് ദഹനം നടക്കുന്ന ലാക്ടോസ് ആണ് അതിലുള്ളത്. അതുപോലെ ഒരുപാട് ഗുണങ്ങൾ ഇതിലുണ്ട്, ഇരുമ്പ് സത്തൊക്കെ ഉണ്ട്. അത് കുടിച്ചോളുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഓരോ സ്പൂണ് തേൻ അന്നട് കുടിച്ച് കുപ്പിയോട് കാലിയാക്കി. പൊള്ളിയാൽ ഒരിക്കലും തേൻ തേക്കണ്ട, ഉപ്പിടണ്ട, പഞ്ചസാര ചായപ്പൊടി ഇടരുത്. അതുപോലെ പിന്നെ എന്താ പറയാ, പിന്നെ പേസ്റ്റ് തേക്കരുത്. പകരം വെള്ളത്തിൽ പിടിച്ചുകൊണ്ടിരിക്കുക. വെള്ളത്തിൽ കുറേ നേരം പിടിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് മെല്ലെ എടുത്തിട്ട് നല്ല വള കൂരിയൊക്കെ, വള മോതിര കൂര, പൊള്ളട്ട പൊട്ടിക്കരുത്. എന്നിട്ട് മെല്ലെ ഒരു കവർ, നല്ല വൃത്തിയില്ല, കടയിൽ നിന്ന് വാങ്ങിയ ഫ്രഷ് പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് ഇങ്ങനെ ഒന്നോട് മൂടുക. എന്നിട്ട് വാൻഡയിലൊന്നും പൊതിയരുത് കേട്ടോ, അതിലൊക്കെ കൽക്കുഞ്ഞനും മണ്ണാത്തറൊക്കെ ഉണ്ടാവും. എന്നിട്ട് ഇങ്ങനെ അവിടെ കൊണ്ടുപോകാം. ഡോക്ടർ ഇങ്ങനെ നോക്കിയിട്ട് എന്താണ് ട്രീറ്റ്മെന്റ് എന്നുള്ള അദ്ദേഹം പറയും. പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതാണ് പൊള്ളിയാൽ ആകെ ബേജാറായി ഒഴിഞ്ഞ് മാന്തി എല്ലാ തൊലിയും പോക്കിയിട്ട് അങ്ങനെ നിങ്ങളെ വക 4 പിന്നെ ഊത്തും വാരി തേക്കലും അങ്ങനെ കൊണ്ടുവരില്ല. അതാണ്. വെള്ളത്തിൽ പോവാം. ഇഷ്ടംപോലെ അപകടങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവാറുണ്ട്. വെള്ളത്തിൽ പോയാൽ, നാളെ നമ്മളാ ചാലിയാറിന്റെ അവിടുന്ന് വെള്ളത്തിൽ പോയ ഒരാൾ കയ്യിങ്ങനിട്ട് അടിച്ചപ്പോൾ ഒരുത്തം വിളിച്ചു പറഞ്ഞു, ചങ്ങായിയെ മുണ്ടിട്ട് കൊടുക്കുന്നു. അതിൽ ഈ ചങ്ങായി ഉടുത്ത് കഴിച്ച മുണ്ടായിട്ട് കൊടുത്തു. ഒന്നിട്ടിട്ട് തന്നെ അല്ലേ അടിയിൽ. അങ്ങനെ ആ മുണ്ടും പിടിച്ചോ താഴത്തേക്ക് ഇങ്ങോട്ട് പോയതാണ്. ശരി, എന്തിനാണ് മുണ്ടിട്ട് കൊടുക്കണേ? മുണ്ടിന്റെ തല നമ്മളെ കയ്യിൽ വേണം, മറ്റേ തല പിടിച്ച് കയറാനാണ്. ഡബിൾ മുണ്ടൊക്കെ ആകുമ്പോൾ ഒരുപാട് നീളം ഉണ്ടാവും. സാരിയൊക്കെ അല്ലേ, സാരിയൊക്കെ ഉണ്ടെങ്കിൽ പെണ്ണുങ്ങൾ ഒന്നോട് മാറി നിന്നിട്ട് സാരിയോട്ട് അഴിച്ചിട്ട് അതിൻ്റെ ഒരു തല കെട്ടിയിട്ടാണ് എറിഞ്ഞു കൊടുക്കുക വെള്ളത്തിൽ പോയ ഒരാൾക്ക്. അപ്പൊ പിടിച്ചിങ്ങോട്ട് വരട്ടെ. നമ്മൾ ചാടുകയാണെങ്കിൽ നീന്തൽ നന്നായിട്ട് അറിയണം. മുന്നിൽ പോയി പിടിച്ചാൽ അങ്ങോട്ട് കെട്ടിപ്പിടിക്കും, രണ്ടാളും കൂടി മയ്യത്താവും. ബാക്കിലൂടെ പോയിട്ട് കക്ഷത്തിലൂടെ പിടിച്ച് മലത്തി പിടിച്ചിട്ട് നീന്തി കരമ കൊണ്ടുവരണം. വെള്ളം കളയരുത്, വയറ്റിലെ വെള്ളം കളയരുത്. വയറിലുള്ള വെള്ളം കളഞ്ഞാൽ ആള് മരിക്കും. ആ വെള്ളം നേരെ അർദ്ധ അബോധാവസ്ഥയിൽ നേരെ പോകുന്നത് ശ്വാസകോശത്തേക്കാണ്. അവിടെ എത്തുമ്പോൾ ഡോക്ടർ പറയും, എന്ത് പണി ഞങ്ങൾ എടുത്തത്? കൗത്തി കടത്തിയിട്ട് വെള്ളം കളയാനുള്ള ശ്രമം നടത്തിയോ? ഒരമേൽ കൗത്തി കടത്തിയോ? അതുകൊണ്ട് ഇനി രക്ഷപ്പെടൂലട്ടോ എന്നാ പറയാം. അപ്പൊ അതുകൊണ്ട് കുടിച്ച വെള്ളം അതിനൊരു കണക്കുണ്ടാവും, അതിനെ കുടിക്കോളും. ആശുപത്രിയിൽ ഞങ്ങൾ സുഖമായി എടുത്തോളാം. ഇതാണ് വെള്ളത്തിൽ പോയാൽ വള്ളമ്മൽ അമർത്തരുത്. നിങ്ങൾ വേണമെങ്കിൽ നെഞ്ചമർത്തി, ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ കൊണ്ടുവരൂ, ഒരു കുഴപ്പമുണ്ടാവില്ല. എത്രമാത്രം ആക്സിഡന്റുകൾ, പല ജാതി അപകടങ്ങൾ. അവിടെയൊക്കെ മനുഷ്യന്മാര് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് പ്രത്യേകിച്ചും ഈ മലബാർ ഏരിയയിലുള്ളവർക്ക് ഉണ്ട്, ബാക്കിയുള്ളവർക്ക് ഇല്ല എന്നല്ല. ഇവിടെ ഭയങ്കര കൂട്ടായ്മ ആ കാര്യത്തിലൊക്കെ. മനസ്സിലായി? നിങ്ങൾ വീഴുകയാണെങ്കിൽ മലപ്പുറത്ത് എവിടെയും പോയി വീണോടി, എടുക്കാൻ ആളുണ്ടാവും. അബദ്ധം ഉണ്ടാവരുത് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ വരുന്ന കൂട്ടത്തിൽ ഈ സംഗതികൾ നിങ്ങൾ ഓർത്തു വെക്കണം എന്ന് മാത്രം പറയാണ്.